ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷത്തെ അതായത് 2021 ലാസ്റ്റ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങളെ മുറ്റത്ത് മാവും മരങ്ങളോ ഒന്നുമില്ലെങ്കിലും പിന്നെ തൊട്ടടുത്തുള്ള സൈഡിൽ നിന്ന് വീണിട്ടുണ്ട്. രണ്ട് ഭാഗവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ചണ്ടിക്ക് നിറഞ്ഞിട്ടുണ്ടാവും. എത്ര രാവിലെ അടിച്ചേരായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ സ്ഥിതി. ഇത് കണ്ടില്ല, നമ്മൾ കറാമ്പട്ടൻ്റെ ഇല കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ബിരിയാണിയിലും മന്തിയിലൊക്കെ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മരത്തിൻ്റെ തോലാണ് നമ്മൾ കറാമ്പട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് കൊണ്ടുവന്ന കേട്ടോ. ഈ കുമ്പളപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇലക്ക് വലിപ്പമില്ലാത്തതിനെ കൊണ്ട് ഞാനിങ്ങനെ ബേലീഫായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് നമ്മൾ പല കമ്പനീൻ്റെയും ഈ പീനട്ട് ബട്ടറും അതേപോലത്തെ പല സാധനങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചുരുങ്ങിയ ചിലവ് തന്നെ മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പീനട്ട് ബട്ടറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. 500 ഗ്രാം നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വറുക്കാത്ത നിലക്കടലായതുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ചീൻചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 500 ഗ്രാം ആയതുകൊണ്ട് തന്നെ 3 പാർട്ടാക്കിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് കരിയാതെ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ 3 പാർട്ടും കൂടി ഞാൻ വറുത്തിട്ട് ഒരു വലിയൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയെടുക്കണം. പെട്ടെന്ന് തോല് പോക്കാനായിട്ട് ഞാൻ ഒരു ടർക്കി ഉപയോഗിച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഫുള്ള് കടലിൻ്റെ തൊലിയും പോയി കിട്ടും. അങ്ങനെ 3 പാർട്ടാക്കിയിട്ട് തന്നെ അതേപോലെ ആദ്യം വറുത്ത പോലെ തന്നെ ഞാൻ ഇതിൻ്റെ തോലൊക്കെ പോക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ തട്ടിലിട്ടിട്ട് തന്നെ ഒന്ന് ചേറിയിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയെടുക്കുകയാണേ. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ തേച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കുക. ഇതിപ്പോൾ തോലൊക്കെ പോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതേപോലെ തന്നെ 2 ഭാഗമാക്കിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. മിക്സിൻ്റെ ചെറിയ ജാറിലാട്ടോ ഇടുന്നത്. വലിയ ജാറിലാണ് ശരിക്കും പൊടിഞ്ഞ് റെഡിയായി കിട്ടില്ല വെച്ചിട്ട് ഞാൻ ചെറുതിൽ തന്നെ ആക്കിയെടുത്തത്. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേ. ആദ്യം 2-3 പ്രാവശ്യം ഇത് നന്നായിട്ട് പൊടിക്കണം കേട്ടോ. എന്നതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അടിയിലുള്ളതൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കണം. എന്നതിന് ശേഷമാണ് ഞാൻ തേൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും തേൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേനാണ് ഒരു ട്രിപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരമൊക്കെ നമുക്ക് അതിൽ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് ഇതേപോലെ തന്നെ ഈ തേൻ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ തേന് മാത്രമല്ല ഈ കടലയിൽ നിന്ന് തന്നെ ഒരു തരം എണ്ണ ഇറങ്ങാനുണ്ട്. അങ്ങനെ ഒത്തിരി കുഴമ്പ് രൂപത്തിലാവുകയുള്ളൂ. കുറച്ചപ്പോൾ മധുരം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അടുത്ത ട്രിപ്പും അതേപോലെ തന്നെ ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും തേൻ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. അങ്ങനെ തന്നെ ഇത് ഞാനൊരു 500 ഗ്രാമിൻ്റെ കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇത് നമ്മൾ പുറത്ത് കൂടുതൽ ദിവസം വെച്ചാൽ നന്നാവുമോ എന്നറിയില്ല. ഞാനെന്താ ചെയ്ത് ഉണ്ടാക്കി വെച്ച പാട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുക കേട്ടോ. എന്തൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഉച്ചയായി ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊക്കെ ഈ സിനിമ കാണുന്ന പരിപാടി. അപ്പോൾ 2-3 സിനിമ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഞങ്ങൾ കണ്ടിട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിന്നൽ മുരളിയാണ്. അതിൽ ഈ ഇതുണ്ടല്ലോ എന്താണ് ഈ സൂപ്പർമാൻ്റെ ആ രൂപത്തിലൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആ സിനിമ. അതാണിപ്പോൾ ഒരു 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യമൊക്കെയാണ് ഇതിപ്പോൾ കാണുന്നത്. ഇത്രയും സിനിമ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ടത് മരക്കാറാണ് കേട്ടോ. ഇനി എന്താ അറിയില്ല, മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് അറിയില്ല. അതും പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കാണണമെന്നൊക്കെ വിചാരിച്ച് തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ച സിനിമയിന് പിന്നെ എല്ലാവരും പറഞ്ഞത് എന്താണ് മാമാങ്ക സിനിമ പോലെയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വെറുതെ പൈസ കൊടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മക്കളൊക്കെ പറയുന്നത് എല്ലാവർക്കും കുറുപ്പാണ് എല്ലാവർക്കും ഇഷ്ടമായതെന്ന്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു മരക്കാർ.
ഇന്നിപ്പോൾ പീനട്ട് ബട്ടറൊക്കെ ഇവിടെ ഇന്നലെ റെഡിയാക്കി വെച്ചൊക്കെ മക്കളും എല്ലാവരും കണ്ടിക്കണം. അതിനെക്കൊണ്ട് അവർക്ക് ആർക്കും ഒരു സമാധാനമില്ല. ഇന്നലെ ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ വേഗം ഇന്നിപ്പോൾ സാധാരണ നമ്മളൊരു 6 മണി മഗ്‌രിബാങ്കൊക്കെ കൊടുക്കാനുള്ള സമയമാകുമ്പോഴാണ് ചായ കുടിക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ട് ചായ ഇപ്പോൾ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ കാക്ക പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വേഗം ചായ എടുക്കാൻ പറഞ്ഞു. അവർ പുറത്തു പോയി വരുന്ന സമയത്ത് ഷവർമ്മയും കൊണ്ടുവന്നു. അങ്ങനെ ഇത് രണ്ടും കൂടി ഞാൻ എടുത്തു വെച്ചതാട്ടോ. ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ കടല കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുറത്തൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ നല്ല റേറ്റാണ്. ഇത് പിന്നെ അത്ര വലിയ റേറ്റൊന്നും ഇല്ലല്ലോ, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്താ പുറത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതവർ രണ്ടാളും അടി തുടങ്ങിയിട്ടോ, രണ്ടാളും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അടി കൂടുന്നതിന് സമയത്ത് നമ്മളെ റോട്ടുമ്മലേക്കൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട്. ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ വൈകുന്നേരം ഒന്നും നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അധികവും രാവിലെയാണ് ഞങ്ങൾ നടക്കാൻ പോകൽ. ഇപ്പോൾ കുറച്ചായിട്ട് കാലിനത് പറ്റിയതിനെ കൊണ്ട് രാവിലത്തെ നടത്തൊക്കെ ഇതാണ്. പിന്നെ ഇതിപ്പോൾ കുറേ കാലമായി ഈ ഭാഗത്തു കൂടിയൊക്കെ ഞാൻ പോയിട്ട്. ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ കൂടിയുള്ള റോഡാട്ടോ അത്. അതാ ദൂരെ കാണണം കേട്ടോ ഞങ്ങളെ വീട്. അതിൽ കൂടി റോഡുമ്മ കൂടിയൊക്കെ കുറേ സമയം നടന്ന് പൂക്കളും എല്ലാം കണ്ട് നല്ല രസമായിട്ട് മക്കൾക്കും നല്ല സന്തോഷമായി. നടത്തൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെത്തിക്കണം കേട്ടോ. ഇന്ന് കുടുംബശ്രീ ഉള്ളതിനോണ്ട് പെട്ടെന്ന് തന്നെ പോന്നിക്കുക. ഇതാ ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ലേനോ, കുറച്ച് കഴിഞ്ഞ 2-3 വീഡിയോൻ്റെ മുന്നേ എൻ്റെ കറിവേപ്പില ആകെ നാശമായത് ഒക്കെ തപ്പോൾ ഉഷാറായിക്കണം കേട്ടോ. അപ്പോൾ സമാധാനമായി. കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ റെഡി ആയപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു മുരിങ്ങേൻ്റെ ഇലയും ഒരു കർമൂസ ഒരു പച്ചമുളക് ഒക്കെ വളരെ അത്യാവശ്യം തന്നെ കേട്ടോ നമ്മളെ മുറ്റത്ത് കുഴിച്ചിടൽ. ആ കറിവേപ്പിൻ്റെ ഇല എനിക്ക് ഭയങ്കര വിഷമേനെ അതങ്ങനെ ആയപ്പോൾ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 5:45 ഒക്കെ ആയിക്കണം. അപ്പോഴാണ് എല്ലാവരും വന്നത് കുടുംബശ്രീക്ക്. ഇന്നെല്ലാവരും നല്ല ലേറ്റ് ആയിക്കണം. സാധാരണ 5 മണിയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ തുടങ്ങൽ. ഈ വർഷത്തെ അവസാനത്തെ കുടുംബശ്രീയാണ് കേട്ടോ അത് മാത്രമല്ല ഞാനും സെറീനയും ഉള്ള ഈ ഒരു കുടുംബശ്രീൻ്റെ അവസാനത്തെ മീറ്റിങ്ങുമാണ്. ഞങ്ങൾ 9 കൊല്ലമായി ഞാനും സെറീനയും കൂടി നിൽക്കുന്നത്. ഞങ്ങളെ കുടുംബശ്രീയിൽ ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ആരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതിനെ കൊണ്ട് ഞങ്ങളിലേക്ക് തന്നെ വരില്ല. അത് സാധാരണ 3 കൊല്ലം കൂടുമ്പോഴാണ് ഇലക്ഷനൊക്കെ. ഇനിയിപ്പോൾ ഈ 9 കൊല്ലത്തിൽ കൂടുതൽ, അതായത് 3 ട്രിപ്പിൽ കൂടുതൽ ആളുകൾ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കർശന നിയമം വന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിലായത്. ഇപ്പോൾ ഇനി പുതിയ ആളുകളെ അടുത്ത ഈ ജനുവരി 1 തന്നെ ഇലക്ഷൻ ഉണ്ട്. ഇപ്പോൾ പുതിയ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരിക്കും. സംഭവം ഉത്തരവാദിത്തമൊക്കെ തന്നെ ആണെങ്കിലും ഇതൊരു നല്ല രസമൊക്കെ തന്നെ ആയിന് കേട്ടോ. എല്ലാവരും ആഴ്ചയിൽ കൂടുമ്പോൾ ഞങ്ങൾ കുടുംബശ്രീ അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉള്ള കുടുംബശ്രീ തന്നെ ഇനി എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പരിപാടിയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതിൻ്റെ ശേഷം ആകെ തണുത്തൊക്കെ. ഇനിയിപ്പോൾ പുതിയ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഉഷാറാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അയില മുളകിട്ടതാണ്. രാത്രിയിലേക്ക് കറി വെക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും കാക്കും മോനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. എന്നതിന് ശേഷം അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ വഴറ്റൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ അത് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടോ. കടുക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഇടട്ടോ. ഞാൻ സാധാരണ മീൻകറിയിൽ കടുകൊന്നും ഇടൂല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇനി ഞാൻ 2 വറ്റൽമുളക് മുറിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണേ. അതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക് ചീന്തിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തത്. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ പോരാൻ തോന്നിയപ്പോൾ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്.
പിന്നെ നമ്മൾ ആദ്യം തന്നെ വാട്ടി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും തക്കാളിയില്ലേ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് അന്നതിൻ്റെ ശത അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളി ഉണ്ടായിന് അത് പിഴിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചുവന്നുള്ളിയും തക്കാളിയൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടല്ലേ വഴറ്റിയിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് വേവാനുണ്ടാവും. അതിൻ്റെ പച്ച ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറണമെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് തന്നെ കിട്ടണം. അതൊക്കെ വെന്തതിൻ്റെ ശേഷം ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള അയല ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പൊരിക്കാനായിട്ട് വരട്ട് കൊടുക്കില്ല, അതേപോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് ഒരു ഇടത്തരം വലുപ്പമായതുകൊണ്ട് കേട്ടോ ഞാൻ മുറിക്കാതെ അതേപോലെ ഇട്ട് കൊടുത്തത്. പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ അതേപോലെ അയലല്ല ഉണ്ടാവുക, അതിനാണ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത്. ഇത് വലിപ്പം കൂടുതലാണ് അയില കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നടു ഒന്ന് മുറിച്ചിട്ട് ചേർക്കുകയും ചെയ്യട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നല്ല മാച്ചാണ്. പിന്നെ അയിലൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടെടുക്കുക ചെയ്തത്. കടുക് ഞാൻ തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ചില സ്ഥലത്തേക്ക് കടുകൊക്കെ വറവിടുന്നത് കാണാം. ഞാൻ തീരെ കടുക് അങ്ങനെ മീൻകറിയിലും ബീഫ് ചിക്കനായാലൊന്നും കടുക് ഉപയോഗിക്കാറില്ല. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.